വ്യാപാര തർക്കത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മനസ്സിലുള്ള ചോദ്യം. നമ്മൾ ഇവിടെ നിന്നുള്ള കയറ്റുമതി മുഴുവൻ ഒരു പരുവത്തിലാക്കി. മൊത്തം 35% വ്യാപാരത്തിൽ ഇടിവും ഉണ്ടായിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ച ട്രംപ് മോദി മികച്ച മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവരികയാണെന്നും ട്രംപ് പറഞ്ഞു. പിയാസുനിലുണ്ട്. പിയാസുനിൽ ഒരു പ്രേക്ഷകൻ എഴുതിയേക്കുന്നു, ഇനി അതിൻ്റെ കുറവ് കൂടിയുള്ളൂ എന്നാണ് ഒരു പ്രേക്ഷക എഴുതിയത്. ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു പ്രേക്ഷക. പിയാസുനിൽ, ഗുഡ് മോർണിംഗ് പിയാസുനിൽ. ഈ എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളത് സ്വാഭാവികമായും പ്രേക്ഷകർക്കുള്ളൊരു ചോദ്യമാണ്. കാരണം പരമാവധി ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാവുന്നതെല്ലാം ചെയ്തു വെച്ചു. നികുതി യുദ്ധം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചു. 55% നികുതി ഏൽപ്പിച്ച് ഇവിടുത്തെ പല കച്ചവടക്കാരുടെ ആഫീസ് പൂട്ടി. അമേരിക്കയിലാണെങ്കിൽ അവിടുത്തെ ഷട്ട് ഡൗൺ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതിനിടയ്ക്ക് എന്തിനാണ് ഈ ചങ്ങാതി ഇന്ത്യയിലേക്ക് വരുന്നത്? ന്യൂയോർക്കിലാണെങ്കിൽ പുള്ളിയുടെ അഭിപ്രായത്തെ ജനങ്ങൾ തിരസ്കരിച്ച് അവിടെ ഒരു പുതിയ മേയറെ കൊണ്ടുവന്നു. മംദാനിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ മോദിയെ കാണാനും ഇന്ത്യയിലേക്ക് വരികയാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ ട്രംപിൻ്റെ വരവ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് പിയാസുനോട് ചോദിക്കട്ടെ, ഇന്നിപ്പോൾ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് വായുമലിനീകരണത്തിൻ്റെ തോത് വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്, അല്ലേ സുനിൽ? അരുൺ, തീർച്ചയായും ഇന്ന് ഡൽഹിയിൽ മലിനീകരണ തോത് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വിജയ് ചൗക്ക് ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ വെള്ളം സ്പ്രേ ചെയ്ത ഒരു വാഹനം ഇപ്പോൾ കടന്നുപോയതേ ഉള്ളൂ. അപ്പോൾ ഈ മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുന്നുണ്ട്. എങ്കിൽ പോലും പലയിടങ്ങളിലും 350-നും 400-നും ഇടയ്ക്ക് തന്നെയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് തുടരുന്നത്. അതീവ ഗുരുതരമായി തുടരുകയാണ് വായു മലിനീകരണ തോത്. ഇപ്പോഴും ഒരു മഴ കിട്ടിയാൽ മാത്രമേ ഇതിന് ആശ്വാസമുള്ളൂ. പക്ഷേ മഴ ഇതുവരെ ഡൽഹിയിൽ പെയ്തിട്ടില്ല. മഞ്ഞുകാലം ശക്തിപ്പെട്ടു വരുന്നു. ഇന്നൊക്കെ തന്നെ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മഞ്ഞുകാലം ശക്തിപ്പെടുന്നതിനനുസരിച്ച് ഡൽഹിയിലെ മലിനീകരണ തോത് ഉയർന്നു വരും. അപ്പോൾ ഒരു മഴ കിട്ടാനായി ഡൽഹി കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാർത്തയിലേക്ക് എത്തിയാൽ പിയാസുനിൽ ട്രംപ് വരുന്നുണ്ട് അടുത്ത വർഷം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും നമ്മുടെ നികുതിയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ല. പക്ഷേ ട്രംപ് പറഞ്ഞത് ഇന്ത്യ കേട്ടു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കാര്യമായിട്ട് കുറച്ചുകൊണ്ട് വരുന്നുവെന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം ഒരു വിശദീകരണവും നൽകിയിട്ടുമില്ല. അപ്പോൾ ട്രംപിൻ്റെ വരവ് എങ്ങനെ വേണം നമ്മളതിനെ കാണാൻ പിയാസുനിൽ? ഏത് സാഹചര്യത്തിലാണ്? എന്താണ് ഉദ്ദേശം? തമാശയായി കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അവിടെ ഇരുന്ന് തന്ന പണി പോരാഞ്ഞിട്ട് ഇനി ട്രംപ് ഇന്ത്യയിലേക്ക് കൂടി വരികയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം 2020 ഫെബ്രുവരി മാസത്തിലാണ് ഇതിനു മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വന്നത്. അത് ആദ്യ തവണ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് അന്നാണ് നമസ്തേ ട്രംപ് എന്ന ഒരു വലിയ പരിപാടിയൊക്കെ തന്നെ അഹമ്മദാബാദിൽ നടന്നത്. പിന്നീട് ദില്ലിയിലെ ഹൈദരാബാദ് ഹൗസിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയൊക്കെ തന്നെ നടന്നിരുന്നു. ട്രംപ് ആവർത്തിച്ച് പറയുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അടുത്ത സുഹൃത്താണ് എന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ വലിയ തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. 50% ഇന്ത്യക്ക് മേൽ ചുമത്തിയ താരിഫ് ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണ്. ഇന്നലെ ട്രംപിൻ്റെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് പറഞ്ഞത് അടുത്ത വർഷം ഇന്ത്യയിലേക്ക് പോകും, മോദി വിളിച്ചാൽ തനിക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. ഏതായാലും വലിയ തർക്കം വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇന്ത്യയിലേക്ക് വരും എന്ന് ട്രംപ് പറയുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം എന്ന് ട്രംപ് സൂചന നൽകുകയും ചെയ്യുകയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും വ്യാപാര മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സൗഹൃദം എന്നത്. 50% താരിഫ് ഉയർത്തിയ ശേഷം നമുക്കറിയാം 35% ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരം കുറഞ്ഞത്. അപ്പോൾ അമേരിക്കയ്ക്കും സമാനമായ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ എത്രയും പെട്ടെന്ന് ചേർത്ത് നിർത്തുക എന്നത് അമേരിക്കയുടെയും ആവശ്യമാണ്. അതിനിടയിൽ ഇന്ത്യക്ക് ചില ഭീഷണിയും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചുണ്ടാകുന്നുണ്ട്, സമ്മർദ്ദവും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന വേളയിൽ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുകൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യം കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അടുത്ത വർഷം ഇന്ത്യയിലേക്ക് വരും എന്ന് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു നിമിഷം പിയാസുനിൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, JK എന്നൊരു പ്രേക്ഷകൻ, ഫാസിൽ എന്ന പ്രേക്ഷകൻ, രണ്ടുപേരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ട്രംപ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് മതിൽ കെട്ടാനുള്ള സാധ്യതയുണ്ടോ? എവിടെയെങ്കിലും അതൊന്ന് അറിയിച്ചേക്കണേ, ഞങ്ങൾ കൂടെ പോയി ഒന്ന് സഹകരിക്കാമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ട്രംപ് വരുന്ന സമയത്ത് ചേരിയൊക്കെ തിരിച്ച് മറച്ച് കെട്ടിയിരുന്നത് അഹമ്മദാബാദിൽ അതെ അഹമ്മദാബാദിൽ അത് വലിയ ചർച്ചയായിരുന്നു, വലിയ വാർത്തയായിരുന്നു. കാരണം
ഈ നമസ്തേ ട്രംപ് പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായി ട്രംപ് വന്ന വഴിയിലൊക്കെ തന്നെ രണ്ട് ഭാഗവും മറച്ചു കെട്ടിയായിരുന്നു. അവിടുത്തെ ചെറിയ വീടുകളൊക്കെ തന്നെ മറച്ചു കെട്ടി. അതന്ന് വലിയ ചർച്ചയായിരുന്നു, വലിയ വാർത്തയായിരുന്നു. ട്രംപ് എവിടേക്കാണ് വരുന്നത് എന്ന കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. ഇനി അഹമ്മദാബാദിൽ തന്നെയാണ് പോകുന്നത്, അതോ നേരിട്ട് ഡൽഹിയിലായിരിക്കുമോ വരുന്നത് എന്ന കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതേ ഉള്ളൂ. ഏതായാലും ട്രംപ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഇന്ത്യയിലേക്ക് പോകും, മോദി തന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നത്.